സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ചില നിശ്ചിത നിബന്ധനകൾ ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിശ്ചിത നിയമവ്യവസ്ഥയ്ക്കുള്ളിലാണ് സർക്കാർ ആ അപേക്ഷയിൽ പറയുന്ന രീതിയിലാണ് അനുവദിച്ചത്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി ആ പർട്ടിക്കുലർ നിയമവ്യവസ്ഥയിൽ നിന്ന് പുറകോട്ട് പോകുന്നുണ്ടോ എന്ന് സർക്കാർ ചെക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ആ നിയമ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നാണോ ആ പരിധിയിൽ നിന്നാണോ നിങ്ങൾ വാങ്ങുന്നതെന്ന് സർക്കാർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ 2025 മാർച്ചിലെ ഏറ്റവും പുതിയ വീഡിയോ ആണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും അപേക്ഷിക്കുന്നവരും ഒക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ അതിനു മുമ്പായി ഇതുപോലുള്ള പ്രധാനപ്പെട്ട സുപ്രധാന അറിയിപ്പുകളൊക്കെ തുടർന്നും ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കൂടി വേണം. അപ്പം കാര്യത്തിലേക്ക് വരാം. സംസ്ഥാന സർക്കാർ മാസത്തിൽ 900 കോടി രൂപ 1600 രൂപ എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ അത് 90 ലക്ഷത്തോളം ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ട്, കേരളത്തിൽ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമാക്കാൻ വേണ്ടി, അതിൻ്റെ കാര്യങ്ങൾ കൃത്യമാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അത് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപയിൽ കവിയാത്ത വരുമാനമുള്ള ആളുകളാണ് തുടങ്ങിയ മറ്റു മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അപേക്ഷയിൽ കൊടുത്ത് അത് സർട്ടിഫൈ ചെയ്തതിനു ശേഷമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കൊക്കെ സർക്കാർ പെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പെൻഷൻ ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ അക്കൗണ്ടിലേക്കാവും ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ സഹകരണ ബാങ്കിലുള്ള ഏജന്റുമാർ മുഖേന വീടുകൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. എന്തായാലും ഈ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു മാനദണ്ഡം സർക്കാർ നേരത്തെ തന്നെ മുൻപേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത് എങ്കിൽ 18% പിഴപ്പലിശ ഉൾപ്പെടെ തിരിച്ചടവ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിയിപ്പാണ്. അത് പഞ്ചായത്തിൽ നിന്നുള്ളവരാണെങ്കിൽ പഞ്ചായത്ത് മുഖേനയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കും. അതുപോലെ തന്നെ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് സംയോജിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് അതല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള വ്യവസ്ഥകൾ അധികാരികൾ മുഖേന അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുറേയേറെ പേരെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ കംപ്ലൈന്റ് കിട്ടിയവർക്ക് ചില ആളുകൾ പരാതിപ്പെട്ടിട്ടുണ്ടാകും. ഇന്ന ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്, അവർ ഇതിന് അർഹരല്ല എന്നൊരു നിശ്ചിത പരാതിയിന്മേലായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കാം. അങ്ങനെയുള്ള ആളുകളെയാണ് കണ്ടെത്തി ഇപ്പോൾ 18% പിഴപ്പലിശ അടപ്പിക്കുന്നത്. അങ്ങനെയുള്ള സംവിധാനത്തിലൂടെയാണ് പോകുന്നത്. എന്നാൽ എല്ലാവരെയും സർക്കാർ ഈ പരിധിയിൽ കൊണ്ടുവന്നിട്ടുമില്ല. അപ്പോൾ നിശ്ചിത ആളുകളെയാണ് കേന്ദ്രീകരിച്ചാണ് ചില പഞ്ചായത്തുകൾ അല്ലെ ചില വാർഡുകളെ, പഞ്ചായത്തിൽ നിന്ന് ചില വാർഡുകളെ ഉൾപ്പെടുത്തി അല്ലെ കോർപ്പറേഷനിൽ നിന്ന് ചില വാർഡുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ മാനദണ്ഡം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ വീട്ടിൽ AC ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ 1000 ക്യൂബിക് എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള വാഹനം ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റ് വീടിന് കൂടുതലുള്ള 1000 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാകാൻ പാടില്ല, മുകളിലുള്ള വീട് ഉണ്ടാകാൻ പാടില്ല, പിന്നെ AC ഉണ്ടാകും. അങ്ങനെയുള്ള നിബന്ധനകൾ 1 ലക്ഷം രൂപയാണ് നമ്മുടെ വരുമാന പരിധിയെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീട്ടിലെ എല്ലാ വരുമാനം ഉൾപ്പെടെ 1 ലക്ഷം രൂപ വരുമാനത്തിൽ കൂടുതലുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിൽ നമ്മളുടെ എലിജിബിലിറ്റി അല്ലെങ്കിൽ നമ്മളെ യോഗ്യത കട്ടായി പോകും. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ യോഗ്യത കട്ടായി പോകും. അപ്പൊ അങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ തന്നെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളാണ് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആരാണ് ലംഘിച്ചിട്ടുള്ളത് അവരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ കട്ടായി പോകും. ആദ്യം തന്നെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയാണ് ആദ്യം സർക്കാർ സ്വീകരിക്കുക. തുടർന്ന് 18% പിഴപ്പലിശ അടയ്ക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് സർക്കാർ പോകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ പഞ്ചായത്തുകളും എല്ലാ വാർഡുകളിലും അല്ലെങ്കിൽ എല്ലാ കോർപ്പറേഷനുകളിലും എല്ലാ വാർഡുകളിലും അല്ല, ചില പർട്ടിക്കുലർ പഞ്ചായത്തുകളിൽ ചില പർട്ടിക്കുലർ വാർഡുകളിലുമാണ്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ പരാതി കിട്ടിയ എന്തെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം, അതല്ലെങ്കിൽ ചില എന്തെങ്കിലും നിബന്ധനകൾ വെച്ചിട്ടുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചാണ് ഇപ്പോൾ എല്ലാവരെയും ചെക്ക് ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2025 വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് കുറെ ആളുകൾ ആശങ്കപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള ഒരു ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും 2025 വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ഒരു സമയം പറയുന്ന ഒരു തീയതി വരുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.